പ്രസൻറ്റ് സ്റ്റേറ്റും ഇൻപുട്ടും വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ S0യിൽ നമ്മൾ പുഷ് ബട്ടൺ നമ്മൾ 0 കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് S0യിലായിരുന്നു. അപ്പം നമ്മുടെ ക്ലോക്ക് വൈസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി S0യിൽ 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി സ്റ്റേറ്റ് ചേഞ്ച് ആയിട്ടില്ല, സെയിം സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ സോ എഗെയിൻ എൻ്റെ ക്ലോക്ക് വൈസ് 0 ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി S1ൽ 0 കൊടുത്തപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ അവിടെ ക്ലോക്ക് ചേഞ്ച് ചെയ്തു. അപ്പം ക്ലോക്ക് വൈസ് നമുക്കിവിടെ 1 ആയിട്ട് എഴുതാം. അതുകൊണ്ട് S2ലും എന്തായിരിക്കും 1 തന്നെയായിരിക്കും. ഇനി S2ൽ 0 കൊടുത്തപ്പോൾ എനിക്ക് S0യിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ സോ എൻ്റെ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് 0 ആണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ S2ന്ന് S0യിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ തിരിഞ്ഞാണ് പോയേക്കുന്നത്. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് അവിടെ എന്തായി 1 ആയിട്ട് ആക്ട് ചെയ്തു. അതുപോലെ S2ൽ S3 കൊടുത്ത സമയത്ത് അവിടെ ബട്ടൺ പ്രസ്സാണ്. അപ്പോൾ സോ വീണ്ടും അവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യണത്. അതായത് ഫസ്റ്റ് ടൈം തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആക്ട് ചെയ്തേക്കണോണ്ട് ഇവിടെയും എന്തായിരിക്കും കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി S3ൽ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞപ്പോൾ S0യിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ഇനീഷ്യലി ഒരു ചേഞ്ചസ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ അത് 0യിലേക്ക് തന്നെ പോകുന്നു. വീണ്ടും S3 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയതുകൊണ്ട് വീണ്ടും ഇവിടെ ഇനീഷ്യലി 0 ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ചോയ്സ് ചെയ്യാം. നമുക്കിവിടെ D ഫ്ലിപ്പ് ഫ്ലോപ്പും ഉണ്ട്, JK ഫ്ലിപ്പ് ഫ്ലോപ്പും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് D ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മളൊരു ലോജിക് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ലോജിക് ഇക്വേഷൻ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ലോജിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ബൈനറി വാല്യൂ 2 ബൈനറി വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q1 Q0 ആണ്. നമുക്കൊരു പുഷ് ബട്ടൺ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് D1 D0 ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കിക്കേ, കറൻറ്റ് സ്റ്റേറ്റ് നമുക്കറിയാം 4 സ്റ്റേറ്റാണുള്ളത്. 0 0 0 1 1 1 1 0. അതായത് ഗ്രേ കോഡ് ബൈനറി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ പുഷ് ബട്ടൺ അവിടെ കൊടുക്കുക. ഈ പുഷ് ബട്ടൺ എങ്ങനെയാണ് ഇവിടെ X മാർക്ക് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 0. S0യിൽ നമ്മുടെ സ്റ്റേറ്റ് ടേബിൾ നോക്കാം. S0യിൽ 2 ആണ്, ഇവിടെ 2 എണ്ണം ഉണ്ട്. S0 S0 പുഷ് ബട്ടൺ 0യും 1ഉം 0യും 1ഉം കൊടുക്കുന്ന സമയത്ത് ഇവിടെ 2 നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരെണ്ണം S0യും ഒരെണ്ണം S1ഉം ആണുള്ളത്. രണ്ടും ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണുള്ളത്. അപ്പം നമുക്കിവിടെ 1 വരുന്നത് മാത്രം, പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് മാത്രമുള്ള സ്റ്റേറ്റ് നമ്മൾ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ 1 ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് 1 കൊടുക്കുക. അതിൻ്റെ പുഷ് ബട്ടൺ 1 ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? S1 ആണ്. അപ്പോൾ S1ൻ്റെ ബൈനറി വാല്യൂ 0 1 ആണ്. അതാണ് ഇവിടെ 0 1 മാർക്ക് ചെയ്തേക്കണം. അതുപോലെ S1 അടുത്തത് 0 1 എന്ന് പറയുന്നത് 0 1 എന്ന് പറയുന്നത് S1 ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ S1ൻ്റെ ഇവിടെ ഇനി സ്റ്റേറ്റ് ടേബിളിൽ പോയി നോക്കാം. S1ൻ്റെ 0 1 ഇതിൽ രണ്ടിലും കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ് വന്നിരിക്കുന്നത് രണ്ടും സെയിം സ്റ്റേറ്റ് ആണ്. അപ്പം ഈ പുഷ് ബട്ടൺ നമ്മൾ ആക്ട് ചെയ്യുന്നത് ഡോൺ കെയർ ടൈം ആയിട്ടായിരിക്കും. അതാണ് ഇവിടെ X ആയിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ S2 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. S2 എന്ന് പറയുന്നത്, അപ്പോൾ S2യുടെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 1 1 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ S2 ഫോം ചെയ്തു. S2യുടെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 1 1 ആണ്. അപ്പോൾ 1 1 നമ്മൾ S2യുടെ ഫോം ചെയ്യുക. അതിൻ്റെ അകത്ത് നേരെ വരുമ്പോൾ S0യും S3യും രണ്ടും ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സോ ഇതിൽ 1 ഫോം ചെയ്യണത് എവിടെയാണ്? S3യിലാണ്. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം 1 പുഷ് ബട്ടൺ 1 ആകുന്നത് 1 0 ആണ്. അതാണ് നമ്മുടെ S3. ഇനി അഗെയിൻ 1 0 നോക്കുക, അതായത് S3 ട്രാക്ക് ചെയ്യുമ്പോൾ രണ്ടും സെയിം സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡോൺ കെയർ ടേം വരും. അപ്പോൾ നമുക്കിവിടെ സെയിം സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ S0 അൾട്ടാസ് 0 0 ആണ്. ഇനി ഈ തന്നിരിക്കുന്ന ടേബിൾസിനെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് K-മാപ്പ് ഉപയോഗിച്ച് വരച്ച് നമുക്കൊരു ബൂളിയൻ എക്സ്പ്രഷൻ നമുക്കിവിടെ ഫോം ചെയ്യാം. അപ്പം ആ ഒരു ബൂളിയൻ എക്സ്പ്രഷനാണ് ഫോം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ടേബിളിനെ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഓരോ സ്റ്റേറ്റ് എഴുതി, പ്രസൻറ്റ് സ്റ്റേറ്റ് എഴുതി, പുഷ് ബട്ടൺ എഴുതി, നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതി, അതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എഴുതി. നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ് ടേബിൾ തന്നെ ഞാനൊന്ന് റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലോജിക്കൽ ഇക്വേഷൻസ് ഫോം ചെയ്യുക.
അപ്പോൾ നമുക്ക് ലോജിക്കൽ ഇക്വേഷൻസ് നമുക്കറിയാം. തന്നിരിക്കുന്നതിൽ നമ്മൾ കെ മാപ്പ് വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് D1ൻ്റെയും D0യുടെയും അതുപോലെ തന്നെ ക്ലോക്ക് വൈസിൻ്റെയും കൗണ്ടർ ക്ലോക്ക് വൈസിൻ്റെയും എന്ത് ചെയ്യുക, ഈ ടേബിളിൽ വെച്ച് ഈ ടേബിളിൽ D1 എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കോളം മാത്രം എടുക്കുക, ഈ ഒരു കോളം മാത്രം അട്രാക്ട് ചെയ്ത് കെ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുക, D0യുടെ കെ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുക, CWയുടെ കെ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുക, CCWയുടെ കെ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കെ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മുടെ D1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് Q0 × P + Q1 × Q0 എന്ന് കിട്ടും. D2 എന്ന് പറയുന്നത് Q0 XOR B എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്കിവിടെ എന്ത് ചെയ്യണത് കിട്ടുന്നത്. ഇനി നമുക്കെന്താ ഔട്ട്പുട്ടും അതുപോലെ തന്നെ നമുക്ക് ഫോം ചെയ്ത ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ നമ്മുടെ മോട്ടോർ ക്ലോക്ക് വൈസിലായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആകുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും മോട്ടർ ആക്ടിവേറ്റ് ആക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എല്ലാ ഇക്വേഷൻസും ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഇക്വേഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡയഗ്രാം പ്ലോട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഗ്രേ കോഡ് കൺവേർഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, ബൈനറി എൻകോഡിങ്. അതിൽ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേ കോഡ് സീക്വൻസ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിസ്റ്റൻസ് എൻകോഡിങ് എന്ന് പറയുന്നത്. അതായത് 1 ബിറ്റ് ചേഞ്ചസ് ആണ് നമുക്ക് ഒരു സക്സസീവ് സ്റ്റേറ്റുകളിൽ 1 ബിറ്റ് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഗ്രേ കോഡ് സീക്വൻസ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിസ്റ്റൻസ് എൻകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ ഹസാർഡ്സും എന്തെങ്കിലും ഡിജിറ്റൽ സർക്യൂട്ട്സിൽ എന്തെങ്കിലും ഹസാർഡ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യാനും നമ്മുടെ പവർ കൺസപ്ഷൻ കുറയ്ക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ബൈനറി എൻകോഡിങ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ നമ്മളിവിടെ ഒരു ബിറ്റ് അനാലിസിസ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിറ്റ് ചേഞ്ച് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് സ്റ്റേറ്റും നമ്മുടെ ബിറ്റിൻ്റെ ഓരോ പൊസിഷനും വെച്ചിട്ടാണ് അതിൻ്റെ ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 0-0യിൽ നിന്ന് 0-1ലേക്ക് പോകുമ്പോൾ നമ്മുടെ LSB ബിറ്റാണ് നമ്മുടെ Q0 പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യണതാണ് എന്തെന്ന് 0യിൽ നിന്ന് 1ലേക്കാണ് അവിടെ എന്ത് ചെയ്യണത്, ചേഞ്ച് ആ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുപോലെ 0-1ൽ നിന്ന് 1-1 സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ MSB ബിറ്റിലായിരിക്കും അവിടെ ചേഞ്ചസ് ഫോം ചെയ്യുന്നത്. അതാണ് നമുക്ക് എന്താ 0യും 1ഉം ആണ് ഇവിടെ എന്ത് ചെയ്യണത്, ചേഞ്ച് വന്നിരിക്കുന്നത്. ഇനി 1110 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ചേഞ്ച് വരുന്നത് എന്താ, വീണ്ടും എഗെയിൻ LSB ബിറ്റിനായിരിക്കും ചേഞ്ച് വരുന്നത്. അത് 1ന് 0യിലേക്കായിരിക്കും അവിടെ ചേഞ്ച് നടക്കുന്നത്. ഇനി 10ന് 00യിലേക്കെന്ന് പറയുമ്പോൾ അവിടെ MSB ബിറ്റിലായിരിക്കും ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ 1 0യിലേക്ക് ചേഞ്ച് ചെയ്യും. ഇങ്ങനെയുള്ള പ്രോസസ്സിങ്ങിനെ പറയുന്ന പേരാണ് ബിറ്റ് ചേഞ്ച് അനാലിസിസ് എന്ന് പറയുന്നത്.